കേരളം പ്രളയക്കയത്തിൽ മുങ്ങിയപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ പോലും പകച്ചുനിന്ന നിമിഷങ്ങളിൽ തന്റെ മണ്ഡലമായ പറവൂരിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരു നേതാവുണ്ടായിരുന്നു, വി.ഡി. സതീശൻ. സർക്കാർ സംവിധാനങ്ങൾക്ക് മുൻപേ നടന്ന് പ്രളയബാധിതർക്ക് ആശ്വാസമെത്തിക്കാൻ, തകർന്നുപോയ ജീവിതങ്ങളെ പുനർനിർമ്മിക്കാൻ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആവിഷ്കരിച്ച ജനകീയ പദ്ധതിയാണ് പുനർജനി. എന്നാൽ ഇന്ന് അത് ചില രാഷ്ട്രീയ വേട്ടയാടലുകൾക്ക് ഇരയാവുകയാണ്. പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് സഹായം എത്തിക്കാൻ നടത്തിയ വിദേശ യാത്രകളെ ദുർവ്യാഖ്യാനം ചെയ്യാനാണ് രാഷ്ട്രീയ എതിരാളികൾ ഇപ്പോൾ ശ്രമിക്കുന്നത്. എന്നാൽ ഈ യാത്രകളെ എല്ലാം ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്നതിന് തെളിവാണ് പറവൂരിൽ ഉയർന്നു നിൽക്കുന്ന നൂറുകണക്കിന് വീടുകൾ. ആരോപണങ്ങളുടെ പുകമറകൾ കൊണ്ട് ഈ നന്മയെ മൂടിവെക്കാൻ ആർക്കും കഴിയില്ല എന്നതാണ് സത്യം. പുനർജനി പദ്ധതിയുടെ പേരിൽ അന്വേഷണം നടത്തുന്നവർ ഒരു കാര്യം മറന്നുപോകുന്നു. ഈ പദ്ധതിയിലൂടെ ഒരു രൂപ പോലും വി.ഡി. സതീശനോ കോൺഗ്രസ് പാർട്ടിയോ കൈപ്പറ്റിയിട്ടില്ല എന്നത്. വിദേശത്തുള്ള സുമനസ്സുകളും സംഘടനകളും നേരിട്ടാണ് ഗുണഭോക്താക്കൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകിയത്. പണം വാങ്ങാത്ത ഒരാൾ എങ്ങനെ അഴിമതി നടത്തും എന്ന ലളിതമായ ചോദ്യത്തിന് മുന്നിൽ ആരോപണങ്ങൾ തകർന്നടിയുന്നുണ്ട്. പ്രളയത്തിൽ വീട് പൂർണ്ണമായും തകർന്ന പാവപ്പെട്ടവർക്കായി 200-ലധികം വീടുകളാണ് പറവൂരിൽ ഉയർന്നു നിൽക്കുന്നത്. ഇത് കേവലം വീടുകളല്ല, മറിച്ച് ഒരു ജനതയ്ക്ക് അദ്ദേഹം നൽകിയ ഉറപ്പാണ്. ഇന്ന് ഈ പദ്ധതിയെ കുറ്റപ്പെടുത്തുന്നവർ ആ വീടുകളിലെ കുടുംബങ്ങളുടെ കണ്ണീരും പുഞ്ചിരിയും കാണാതെ പോകരുത്. വീട് മാത്രമല്ല, തൊഴിലുപകരണങ്ങൾ നഷ്ടപ്പെട്ട നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികൾക്കും തയ്യൽ തൊഴിലാളികൾക്കും ഉപകരണങ്ങൾ നൽകി അവർ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. അതായത് തൊഴിലുപകരണങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് തയ്യൽ മെഷീനുകൾ, കട്ടർ മെഷീനുകൾ, കന്നുകാലികൾ എന്നിവ നൽകി അവരെ സ്വയം പര്യാപ്തരാക്കി. സത്യം പറഞ്ഞാൽ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രളയബാധിതരെ പ്രാപ്തരാക്കിയ ലോകോത്തര മാതൃകയാണ് ഇത്. എന്തായാലും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സർക്കാരിന്റെ കൊള്ളരുതായ്മകൾക്ക് എതിരെ ശബ്ദമുയർത്തുന്ന വി.ഡി. സതീശനെ നിശബ്ദനാക്കാനുള്ള ഗൂഢാലോചനയാണ് ഇപ്പോൾ CPM കോട്ടകളിൽ നടക്കുന്നത് എന്ന് വേണമെങ്കിലും പറയാം. എന്നാൽ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് അദ്ദേഹത്തെ ഭയപ്പെടുത്താമെന്ന് കരുതുന്നവർക്ക് തെറ്റി എന്ന് വേണം പറയാൻ. കാരണം ജനങ്ങൾക്കിടയിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രതിരോധം എന്നത്. ആരോപണങ്ങൾ വരും പോകും, എന്നാൽ പുനർജനിയിലൂടെ പറവൂരിലെ മണ്ണിൽ ഉയർന്ന വീടുകൾ എന്നും അവിടെ ഉണ്ടാകും. ആ വീടുകൾ വിളിച്ചു പറയും വി.ഡി. സതീശൻ ചെയ്തത് കുറ്റമല്ല, മറിച്ച് ഒരു ജനപ്രതിനിധി ചെയ്യേണ്ട ഏറ്റവും വലിയ പുണ്യമാണെന്ന്. സത്യം എന്നും ജയിക്കും. നന്മയുടെ പക്ഷത്ത് നിൽക്കുന്ന കോൺഗ്രസ് പ്രസ്ഥാനം ഈ വേട്ടയാടലുകളെ നെഞ്ചുറപ്പോടെ നേരിടും.